നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നത് ചിങ്ങക്കൂർ നക്ഷത്രങ്ങൾ, അതായത് മകം, പൂരം, ഉത്തരമാദ്യപാദം, ഈ നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ സന്തോഷാവസ്ഥയുണ്ട്, സന്തോഷിക്കുന്ന അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ മാസത്തിലൊക്കെ. പ്രധാനമായിട്ട് ധനപരമായിട്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനം വരും. അതാണൊരു പ്രധാന ഘടകം. ഇവർക്ക് ധനപരമായിട്ട് അല്പം ബുദ്ധിമുട്ടുകളായിരുന്നു, ജോലി രംഗത്തുള്ള കാര്യങ്ങളിലെ ബുദ്ധിമുട്ട്, അല്ലാതെ കുടുംബത്തിലുള്ള കാര്യങ്ങളിലെ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ, കാശ് കിട്ടാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സമയസ്ഥിതിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് നമുക്ക് ധനകാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവാനും ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഭംഗിയായിട്ട് നടക്കാനൊക്കെ ഉള്ളൊരു സമയമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു സന്തോഷസ്ഥിതിയാണ്. പിന്നെ അവരുടെ തൊഴിൽ രംഗത്ത്, ഇവരുടെ കർമ്മരംഗം, ഇവർ തൊഴിൽ ചെയ്യുന്ന ആ സ്ഥാപനം അല്ലെങ്കിൽ ആ കാര്യത്തിൽ അല്ലെങ്കിൽ ആ രംഗത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നേരത്തേക്ക്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഒത്തുതീർപ്പായി രമ്യതയിലൊക്കെ ആയി സന്തോഷഭാവത്തിലൊക്കെ പോകാനുള്ളൊരു അവസ്ഥ വന്നു ചേരും. അതൊരു പ്രധാന ഘടകമാണ്. കാരണം തൊഴിൽ രംഗത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പല പ്രശ്നങ്ങളെ, പല അങ്ങോട്ടും കലഹങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അത് പിടിക്കപ്പെടുന്ന കാര്യങ്ങൾ, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും തൊഴിൽ രംഗത്ത് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഉണ്ടായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനം കിട്ടും. അതൊരു വലിയ കാര്യമാണ്. അതൊക്കെ രമ്യതയിൽ പരിഹരിച്ച് അതെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അതൊരു വലിയ കാര്യമാണ്. കാരണം ചില ആൾക്കാർ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇട്ടുകൊണ്ട് പോരുവേ. എന്താ ചില തൊഴിൽ രംഗങ്ങളിൽ എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഇട്ടുകൊണ്ട് പോരും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള മടി വരും, അല്ലെങ്കിൽ അവിടെ പോയിട്ട് കൃത്യതയോട് കാര്യങ്ങൾ ചെയ്യാൻ മടി വരും. അപ്പോൾ അതെല്ലാത്തിൽ നിന്നും മോചനം കിട്ടി ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അവസാനിച്ച് ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ ഇവരുടെ കൂടപ്പുറപ്പുകൾ, സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചില ആരോഗ്യസ്ഥിതിയിൽ മോശം അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിന് ചെറിയ രോഗാവസ്ഥകൾ, മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൂടപ്പുറപ്പുകൾ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൂടപ്പുറപ്പുകൾ, സഹോദരിമാർക്കൊക്കെ എന്തെങ്കിലും ശാരീരിക ക്ലേശങ്ങളൊക്കെ വന്ന് ഇവർക്കത് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അങ്ങനത്തെ ഒരു രീതിയുണ്ട്. പിന്നെ വല്ല കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും രംഗത്ത്, തൊഴിൽ രംഗത്ത്, കുടുംബമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അയൽപക്കക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും പോലീസ് കേസ് കാര്യങ്ങൾ, കോടതി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒഴിവാകും. അപ്പം അതൊരു വലിയ കാര്യമാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒഴിവാകാൻ പറ്റുന്ന ഒരു സമയമാണിത്. അതിനൊക്കെ യോഗ്യമായിട്ടുള്ളൊരു സമയമാണ്. അങ്ങനെയെല്ലാം ഒഴിവായി കിട്ടും. അതൊരു ഭാഗ്യമാണ്. നമ്മളെ അതൊരു പ്രശ്നമാണ് വാസ്തവത്തിൽ. ഇങ്ങനെ കേസൊക്കെ ഉണ്ടെങ്കിൽ ഒരു തലവേദന, ഒരു സമാധാനക്കുറവാണ്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ നിന്ന് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മോഷ്ടാക്കളുടെ ശല്യം ഈ സമയത്ത് നമ്മൾക്ക് ബാധിക്കും. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളുടെ സഹപ്രവർത്തകരാ അല്ലെങ്കിൽ അതോട് ബന്ധപ്പെട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലാ, നമ്മളുടെ തൊഴിൽ രംഗത്തൊക്കെ മോഷണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മളുടെ കയ്യിൽ നിന്നൊന്നും അപകീർത്തിപ്പെടാതെ അല്ലെങ്കിൽ അപഹരിച്ചുകൊണ്ട് പോകാതിരിക്കാനൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കണം. കാരണം നമുക്കങ്ങനെ അപഹരിച്ചുകൊണ്ട് പോകാനും നമ്മളുടെ കയ്യിൽ നഷ്ടപ്പെടാനൊക്കെ ഉള്ളൊരു സമയമാണിതേ. അപ്പോൾ നമ്മളത് നേരത്തെ എന്നെ മുൻകൂട്ടി കണ്ട് എല്ലാ രീതിയിലും അതൊക്കെ സജ്ജീകരിച്ച് മുന്നോട്ട് പോകണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും അപഹരിച്ചുകൊണ്ട് പോകും, മോഷ്ടിച്ചുകൊണ്ട് പോകും. അതിന് സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണിത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ പറയുകയാണെങ്കിൽ വാഹനമായിട്ട് ബന്ധപ്പെട്ട് അല്പം വിഷമസന്ധിയൊക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം കേട് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ആ വാഹനം ആരെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് തരാതിരിക്കാനുള്ള അവസ്ഥ, ആരെങ്കിലും കൊണ്ടുപോയിട്ട് അവർക്ക് തരാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവരിൽ നിന്ന് കേടാകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഉള്ള
എന്തെങ്കിലും ക്ലേശങ്ങൾ നഷ്ടങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ നമ്മളുടെ വാഹനം എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കേടായി നമുക്ക് ധനനഷ്ടം വരാം. അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഉള്ള സമയമാണിത്. വാഹനം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, വാഹനത്തിലുള്ള യാത്രയും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് അശുഭമായിട്ട് വരുന്ന ഒരു സമയമാണിതേ. ആ വാഹനം നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം കൊണ്ട് നമുക്ക് ശുഭമല്ലാത്ത പ്രവൃത്തികളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണിത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. കാരണം വാഹനം കൊണ്ട് അനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നൊരു കാലഘട്ടമാണിതേ. അപ്പോൾ നമ്മളുടെ വീഴ്ച കൊണ്ടും നമ്മളുടെ സമയദോഷം കൊണ്ടും നമ്മൾ ലാഭത്തിൽ ചെന്ന് പെടാനും നമ്മളിലൂടെ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാനും നമ്മൾ ശരിക്കും പരിശ്രമിക്കണം. അപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും ഉള്ളതാണ്, ആരും ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് തരംതിരിച്ച് പറയാനില്ല, എല്ലാവരും വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ശരിക്കും ശ്രദ്ധിക്കണം. എന്തായാലും ഈ തുലാമാസം പകുതി വരെയൊക്കെ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ വരാൻ സാധ്യതയുണ്ട്, വരാനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും കേടുപാടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് തന്നെ മുന്നോട്ട് അത് ഉപയോഗിച്ചിട്ട് പോകാനുള്ള സാധ്യതയും അവസരമൊക്കെ ഒപ്പിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വാഹനം നമ്മൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കും, നല്ല നമ്മളെ കൂടെ ആരെങ്കിലും നമ്മൾ കൊണ്ടുപോകും, ഇങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനകത്തൊരു വിഷമസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എല്ലാ രീതിയിലും ബാധിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ ശരിക്കും പരിശ്രമിക്കണം. എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് തീർത്ത് ഉപയോഗിക്കുക. ഉപയോഗിക്കുന്ന ആൾക്കാരെ ഏറ്റവും ഭംഗിയായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കുക. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ പറയണമെങ്കിൽ നമ്മളെ കൊണ്ട് ചില ആൾക്കാർക്ക് ഉപകാരസ്ഥിതികൾ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് നിന്ന് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക്, അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെ ആർക്കെങ്കിലും നമ്മളെ കൊണ്ട് ചില ഉപകാരങ്ങൾ വന്നു ചേരും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. നമ്മളാർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യാനുള്ള മനസ്സ് നമുക്ക് വന്നു ചേരും. നമ്മളെ കൊണ്ട് ചില ആൾക്കാർക്ക് ഉപകാരങ്ങൾ കിട്ടും, അതിലൂടെ നമുക്ക് സന്തോഷം കിട്ടും. അതുപോലെ അവരുടെ ഒരു പ്രാർത്ഥന നമ്മൾക്ക് വന്നു ചേരും. അത് നമുക്ക് വിജയസാധ്യത ഉണ്ടാക്കും എല്ലാ കാര്യങ്ങളിലും. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില ആൾക്കാർക്ക് നമ്മൾ ഉപകാരമായി വരുന്ന ഒരു സന്ദർഭവും സമയമൊക്കെയാണിത്. അപ്പോൾ അത് നമ്മൾക്കും നമ്മളുടെ കുടുംബത്തിനൊക്കെ അവരുടെ പ്രാർത്ഥനയാൽ ഗുണാനുഭവങ്ങൾ വിജയാനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. പിന്നെ കുടുംബത്തിലാണെങ്കിൽ ചെറിയ സങ്കടാവസ്ഥ, ഇവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അവരുടെ സന്താനങ്ങൾ, ഈ നാളുകാരുടെ അവരിൽ നിന്നൊക്കെ ചെറിയ വിഷമസന്ധികൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളോട് ക്ലേശം ഉണ്ടാക്കുന്നതും അലോഹ്യം ഉണ്ടാക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ വരും. അതായത് ഈ മകം പൂരമുത്ര നാളുകാരുടെ ഭാര്യമാർ, അങ്ങനെ നാളുള്ള പുരുഷന്മാരുടെ ഭാര്യമാർ നമ്മളോട് ക്ലേശം ഉണ്ടാക്കുന്ന അവസ്ഥ, അലോഹ്യം ഉണ്ടാക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സമയമാണിത്. അപ്പോൾ അതൊക്കെ നമ്മൾ യോജിച്ച് പോകാനുള്ള മനസ്സൊക്കെ നമുക്ക് ഉണ്ടാവണം. അതിലൂടെ വിജയിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമൊക്കെ നമുക്ക് ഉണ്ടാവണം. ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ യാത്ര, തീർത്ഥാടനത്തിന് സാധ്യതയുണ്ട്. ഇതിന് ക്ഷേത്രങ്ങൾ ദർശിക്കാൻ പോകാനുള്ള മനസ്സുണ്ടാവും കുടുംബമായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലത്തു നിന്നൊക്കെ ക്ഷേത്ര ദർശനത്തിന് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതൊക്കെ സാധിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സമയമാണിത്. പിന്നെ പറയണമെങ്കിൽ നമ്മളുടെ ചില ശത്രുക്കൾക്ക്, അത് സ്ത്രീയല്ല പുരുഷന്മാരാണ്, പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരുടെ പുരുഷന്മാരായിട്ടുള്ള ശത്രുക്കൾക്ക് കുറച്ചുകൂടി ധൈര്യസ്ഥിതിയും അവർക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ളൊരു മനസ്ഥിതിയൊക്കെ കൂടും. അപ്പോൾ നമ്മളുടെ ദൈവാധീനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടൊക്കെ അത് ബാധിക്കാതിരിക്കണം. അങ്ങനെയുള്ള ക്ലേശങ്ങൾ കൊണ്ടും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വരാവുന്നതാണ് ഈ വാഹനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അതൊന്നും ബാധിക്കാതിരിക്കണമെങ്കിൽ നല്ല ദൈവാധീനം വേണം, നല്ല പ്രാർത്ഥന വേണം, ഇതൊക്കെ ചെയ്യണം. ഇനി ഈ നാളുകാർ അനവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അതായത് ഈ മകം പൂരമുത്ര നാളുകാർ അനവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കതിൽ നിന്ന് മോചനം കിട്ടാൻ അനവധി വഴികളുണ്ട്. ഏറ്റവും പ്രധാനം മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷ പൂജയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. പ്രദോഷ ദിവസങ്ങളിൽ നെയ്വിളക്ക് ഭഗവാനെ നടത്തി പ്രാർത്ഥിക്കുക. അത് വളരെ വിശേഷമാണ്. അപ്പോൾ അത് കഴിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള എവിടെയെങ്കിലും അയ്യപ്പസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിച്ച് പ്രാർത്ഥിക്കാം. അതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദുരിതങ്ങൾ മാറാൻ വളരെ വിശേഷമാണ്. അവർ ദുരിതങ്ങൾ അവരുന്ന മോചനമാവും, അവർക്ക് ഗുണങ്ങൾ വരും. അതിനൊക്കെ നല്ല വഴിപാടുകളാണ് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ കൃഷ്ണന് കദൽപ്പഴ നിവേദ്യം കഴിച്ച് പ്രാർത്ഥിക്കുക. ഭാഗ്യ സൂക്ത മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കുക.
ഇതൊക്കെ ഈ നാളുകാർക്ക് ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഈ മകം പൂരം ഉത്തരം നാളുകാർ ചിങ്ങക്കൂറുകാർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ ഈ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ ചില ആൾക്കാർക്ക് പുതിയ ജോലി കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഈ മകം പൂരം നാളുകാർക്ക് ചില ആൾക്കാർക്ക് ജോലി അന്വേഷിക്കണ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊക്കെ പുതിയ ജോലി കിട്ടാനും ആ ജോലിയിൽ അഭിവൃദ്ധി നേടാനൊക്കെ ഗുണമുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ പൂരം നാളുകാർ മകം നാളുകാരുടെ പിതാക്കൾ ആൺകുട്ടികളാണെങ്കിൽ, ഈ മകം പൂരം നാളുകാർ ആൺകുട്ടികളാണെങ്കിൽ അവരുടെ അച്ഛന്മാർക്ക് പുതിയ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അവർക്ക് വിദേശത്ത് പോകാൻ സാധ്യതയുണ്ട്. പുതിയ ജോലികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ ഓരോരോ അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിന്നെ ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുള്ള സമയമാണിത്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ അവസരങ്ങൾ ഏറ്റവും രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് എല്ലാവരുടെയും കുടുംബത്തിലും ജീവിതത്തിലൊക്കെ അത് ഗുണത്തിൽ വരുന്ന രീതിയിൽ എല്ലാവരും പ്രവർത്തിക്കണം. അപ്പോൾ ഈ നാളുകാർ, ഈ മകം പൂരം ഉത്തരം നാളുകാർക്ക് ദുരിതസ്ഥിതിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ, വിഷമം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, കുടുംബത്തിലെ അലോഹ്യങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാം മോചനം കിട്ടണം. സന്തോഷമായിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകണം. അതിനായിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷ പൂജയിൽ പങ്കുചേരുക. പ്രദോഷ ദിവസം നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ വിശേഷമാണ്. പിന്നെ അയ്യപ്പസ്വാമിക്ക് എള്ളുതിരി നീരാഞ്ജനം എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അതും വളരെ വിശേഷമാണ്. ശ്രീകൃഷ്ണസ്വാമിക്ക് കദളിപ്പഴ നിവേദ്യം വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. ഇവയെല്ലാം ചെയ്ത് ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം എത്രയും വേഗം കണ്ടെത്തണം. ആരും വിഷമത്തിലേക്ക് പോകരുത്. സന്തോഷമായിട്ട് ജീവിക്കാനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാവണം. എന്തായാലും ഇത്രയും പറഞ്ഞ് നിർത്തിയാണ്. നമ്മളുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ട് നമുക്കൊന്ന് ചോദിക്കുക. നമ്മൾ അറിയാവുന്ന കൂട്ടൊക്കെ നമ്മളതിന് ഉത്തരം കൊടുക്കും. നമ്മളുടെ അറിയാവുന്ന ഉത്തരങ്ങൾ നമ്മൾ അവരിലേക്ക് പകർന്ന് കൊടുക്കും. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. എല്ലാ ഗുണങ്ങളും ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.